ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിൽ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ഇവിടെ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് അത്യാവശ്യം ലിക്വിഡിറ്റി നല്ല രീതിയിൽ കളക്ട് ചെയ്തതിന് ശേഷമാണ് മേലേക്ക് കയറി വരുന്നത്. അടിയിൽ നിന്നൊക്കെ ഞാൻ എൻട്രിക്ക് വേണ്ടി നോക്കിയിരുന്നു 23,850 ലെവലിൽ നിന്നൊക്കെ. പക്ഷെ അവിടെ നിന്നൊന്നും പ്രോപ്പർ എൻട്രീസ് ഒന്നും കിട്ടിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് മാർക്കറ്റ് മേലേക്ക് കയറി നിന്ന് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. ഇതുവരെ ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. സമയം ഓൾറെഡി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ എത്തുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാമെന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 23,900 ലെവലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ പറയാം. എന്തായാലും കോൾ ഓപ്ഷനിലാണ് നിലവിൽ ഇപ്പോൾ എൻട്രി നോക്കുന്നത്. ഡേ ഹൈ വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ളൊരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 23,850 എന്ന് പറഞ്ഞത് അടിയിലുള്ള സ്ട്രൈക്കാണ്. അതായിരുന്നു സെലക്ട് ചെയ്ത് രാവിലെ നോക്കി, പക്ഷേ അതിൽ എൻട്രി കിട്ടിയില്ല. ഇപ്പോൾ കുറച്ചുകൂടെ മേലേക്ക് എൻട്രി ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് സ്ട്രൈക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. 23,900 ആക്കി കൊടുക്കാം. 23,900 കോൾ ഓപ്ഷൻ. ഓക്കെ, അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 142, 143 റേഞ്ചിലൊക്കെയാണ് പ്രീമിയം വരുന്നത്. കുഴപ്പമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ ടാപ്പ് ചെയ്യാണ്ട് മാർക്കറ്റ് മേലേക്ക് തന്നെ കയറാണ്. ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യാണ്ട് മേലേക്ക് തന്നെ വരുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടി താഴേക്ക് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എടുക്കുക, അതല്ല ടാപ്പ് ചെയ്യാതെ മേലേക്ക് തന്നെ കയറി പോവുകയാണെങ്കിൽ പോട്ടെ നോക്കാം. ഓക്കെ, അങ്ങനെ നിഫ്റ്റി നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് എൻട്രി തരാതെ ചെറുതായിട്ട് ഒരു 2 ക്യാൻഡിൽ മേലേക്ക് പോയി, അതിന് ശേഷം വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാറ്റ് ട്രേഡിലെല്ലാം സെറ്റാക്കി വെക്കാം. ഇതൊക്കെ പഴയ ഇതാണ്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത ഓപ്ഷൻസാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള 23,900 ആണ്. 23,900 കോൾ ഓപ്ഷനാണ്. അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് 131 ഒക്കെയാണ്. അതിൽ ബൈ കൊടുക്കാം. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, അതേപോലെ സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ് ആൻഡ് മാർക്കറ്റ് ഓർഡർ. ഓക്കെ, എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏരിയയിൽ, പക്ഷേ അവിടുന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കുന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ഒന്നും കൂടെ മാർക്കറ്റ് താഴേക്ക് വരുന്ന ടൈമിൽ എൻട്രി നോക്കുന്നുള്ളൂ. നമുക്ക് നമ്മൾ പ്രീമിയത്തിൻ്റെ ലെവൽസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം 6 പോയിൻറ്റ് SL എന്ന് പറയുമ്പം ഏകദേശം ഇത്ര വരും. അതേപോലെ 30 പോയിൻറ്റ്സ് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഈ റേഞ്ചിലേക്ക് വരാം. സോ ഓക്കെ, മാർക്കറ്റ് ഒന്നും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കുന്നുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത എൻട്രി നമുക്ക് കിട്ടിയില്ല. അത് തരാതെ മാർക്കറ്റ് മേലേക്ക് കയറിപ്പോയി. എന്നിട്ട് പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അത് എന്താ ഈ മാർക്കറ്റ് 23,907.25 നമ്മൾ നേരത്തെ എൻട്രി പ്ലാൻ ചെയ്ത ആ ഒരു ലെവൽ തന്നെയാണ്. അവിടേക്ക് വീണ്ടും മാർക്കറ്റ് വരുന്നുണ്ട്. സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു എൻട്രി എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഡയറക്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാം, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അവിടെയും ഡയറക്റ്റ് ടാപ്പ് ചെയ്യില്ല, അവിടെ ടാപ്പ് ചെയ്യാതെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അവിടുന്ന് എൻട്രി വരുമോ ഇല്ല എന്നുള്ളത്. 23,900 കോൾ ഓപ്ഷൻ. ഇന്ന് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പല സ്ട്രൈക്കും മാറ്റി വെക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ എൻട്രി വരുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ അവസാനം നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. 116.74 എൻട്രി വന്നത്. 116.74 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഒരു 116.8 ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻട്രി വന്നത്. SL6 പോയിൻറ്റ്. അതിൽ ഈ ക്യാൻഡിലല്ല എൻട്രി എടുത്തത്, ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്ത ടൈമിലാണ് എൻട്രി എടുത്തത്. അതിനുള്ള കാരണം ഇവിടുന്ന് തന്നെ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ മാർക്കറ്റ് ഒന്നും കൂടെ മേലേക്ക് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നുകൊണ്ടാണ് ഡയറക്റ്റ് എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോൾ ട്രേഡ് എടുത്തത്. സോ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതിലിപ്പോൾ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. ചെറിയ 1 മിനിറ്റിലൊക്കെ ഉള്ള നല്ല ലിക്വിഡിറ്റി ഏരിയാസ് അടുത്തുണ്ട്. ശരിക്കും മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ഹൈ ആണ്, പ്രോപ്പർ ടാർഗറ്റ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ലിക്വിഡിറ്റി ഏരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ ടാർഗറ്റ് വെക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. നമുക്ക് എല്ലാം നോക്കി നോക്കാം. മാർക്കറ്റ് അപ്സൈഡിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ നമ്മുടെ ഓപ്ഷൻസിൻ്റെ പ്രീമിയം മൊമെൻ്റൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. ഇന്നത്തെ ഈ ട്രേഡിലും നമ്മളെ ഹൈലൈറ്റ് നമ്മളെ എൻട്രിയാണ്. ഈ ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. എൻട്രീൻ്റെ ടൈം അത്യാവശ്യം നല്ല മൊമെൻ്റ് ഉണ്ട്. 4,000 ഒക്കെ പ്രോഫിറ്റ് ഉണ്ട്. എൻട്രീൻ്റെ ടൈം 12:39 ആണ് വരുന്നത്. 12:39 എന്ന് പറയുമ്പം ആ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്, നമ്മളെ ടിപ്പിലുള്ള ക്യാൻഡിലാണ്. സോ ഇനിയിപ്പോൾ അത് താഴേക്കോ SL അടിക്കോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ നിലവിലിപ്പോൾ
അത്രയും എഡ്ജിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിലും ശരി, നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ശരി, രണ്ടിലും ആ എൻട്രി ക്യാൻഡിൽ എന്ന് പറഞ്ഞ ടിപ്പിലുള്ളതാണ്. ടാർഗറ്റ് അതേപോലെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് അടുത്തടുത്തുള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷനാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡേ ഹൈ ആണ് മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടാർഗറ്റ് എത്തിയിട്ട് അവിടെ നിന്നൊരു റിവേഴ്സൽ പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ മൊമെൻറ്റം തോന്നുന്നില്ല പ്രീമിയത്തിലുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് എന്നോട്, ഞാൻ നോർമലി പറയലുണ്ട് ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവരുത്, ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇറങ്ങണം, മാറ്റി കളിക്കരുതെന്നൊക്കെ. പക്ഷെ എന്നിട്ട് ഞാൻ എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ ടാർഗറ്റ് അങ്ങോട്ട് മാറ്റി ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് അതിന് ശേഷം വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് വരുന്ന മൊമെൻറ്റത്തിനനുസരിച്ചിട്ട് ടാർഗറ്റ് കൂട്ടിയും കുറച്ചൊക്കെ വെക്കണത്. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, നമ്മുടെ ഡേ ഹൈ അടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡേ ഹൈ ടാപ്പ് ചെയ്യപ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. അതിൽ നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ പൊസിഷൻസിൽ 17,700 ആണ് നമുക്ക് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. നമ്മൾ എക്സിറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 162.2 ആണ്. സോ 162 എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ വരും 161, 162. ഓക്കെ, ഓൾമോസ്റ്റ് 45 പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. 50 പോയിൻറ്റ്സ് വരെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എക്സിറ്റ് ചെയ്യുമ്പോഴേക്ക് കുറച്ചൊന്നും താഴേക്ക് വന്നു. ഏതായാലും 45 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈ റിസ്ക് റിവാർഡുള്ള ട്രേഡാണ്. നോർമലി 1:5 ഒക്കെയാണ് വെക്കൽ, പക്ഷേ ഏതായാലും എത്രയോ കൂടുതലുണ്ട്. സോ ഇനി അടുത്തൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. ഫസ്റ്റ് ട്രേഡ് ഏതായാലും കഴിഞ്ഞു. ഇനി അടുത്തൊരു ട്രേഡ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ എക്സിറ്റും ടിപ്പിൽ തന്നെയാണ്. ഇനി എൻട്രിയും ടിപ്പിൽ, എക്സിറ്റും ടിപ്പിലാണ്. ഡേ ഹൈ ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അതേപോലെ താഴേക്ക് വരുന്നുണ്ട്. ഇനി വീണ്ടും മേലേക്ക് പോകുന്നുള്ള അറിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ നോക്കുമ്പോൾ എൻട്രി അത്രയും ടിപ്പിലെടുത്തു, അതേപോലെ എക്സിറ്റ് അത്രയും ടിപ്പിലായിരുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. നിഫ്റ്റിയിൽ അടുത്ത ഒരു ട്രേഡും കൂടെ എടുക്കാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട്. മാർക്കറ്റ് ഒന്നും കൂടെ താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നേരത്തെ ട്രേഡ് എക്സിറ്റ് ചെയ്തതിന് ശേഷം പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയതാണ്. സോ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ATM നോക്കുകയാണെങ്കിൽ 23,950 ആണ് വരുന്നത്. സോ 950ൽ നല്ല 2 പേരാണെങ്കിൽ നമുക്ക് എടുക്കാം. അതിൽ ബൈ കൊടുക്കാം 390 ക്വാണ്ടിറ്റി, അതേപോലെ നമ്മളെ കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, എല്ലാം റെഡിയാണ്. മാർക്കറ്റ് ഓർഡർ മാർക്കറ്റ് 1, 2 ഒരു ക്യാൻഡിലും കൂടെ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഒരു ക്യാൻഡിലും കൂടെ അതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് എൻട്രി എടുക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ ബൈ കൊടുത്തിട്ടുണ്ട്. നമ്മളെ എൻട്രി പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 103.26ലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. 103.26. സെയിം കോൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തത്, മേലേക്ക് തന്നെയാണ്. ഇന്നത്തെ വ്യൂ മൊത്തം അപ്സൈഡാണ്. 103.25 വെക്കാം. ഇവിടെ നിന്നാണ് എൻട്രി വന്നത്. ഇതിന് മേലേക്ക് ഡേ ഹൈ ടാപ്പ് ചെയ്തുകൊണ്ട് ഇനി താഴേക്ക് മൊമെൻ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എന്നുള്ള രീതിക്ക് താഴേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. അതല്ലാതെ 5 മിനിറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു IDX ഒക്കെയാണ് ടാപ്പ് ചെയ്തത്. അതുകൊണ്ട് അപ്പ് സൈഡിലേക്ക് തന്നെ പോകാനാണ് ഞാൻ ചാൻസ് ആണ്. പിന്നെ 24,000 എന്നുള്ളൊരു ഹോൾ നമ്പർ ലെവലും മേലുണ്ട്. സോ അതുകൊണ്ട് മേലേക്ക് പോകാനുള്ളൊരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. പിന്നെ വേറെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞത് ഇന്ന് ഡേ ഹൈ എടുത്തുകൊണ്ട് തന്നെ ഇന്ന് താഴേക്ക് പോയതിന് ശേഷം നാളെ നാളെ എക്സ്പയറി ഡേ ആണല്ലോ. സോ അതുകൊണ്ട് നാളെ ചിലപ്പോൾ പോയിട്ട് 24,000 എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് താഴേക്ക് നമ്മൾ SL അടിക്കും. അതല്ല ഇന്ന് തന്നെ മേലെ കയറുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് അടിക്കും. സോ ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിലും 2 ടാർഗറ്റ് ഉണ്ട്. ഡേ ഹൈ ടാർഗറ്റ് വെക്കാം, അടുത്തൊരു 5 മിനിറ്റ് ലെവലുണ്ട്, അതും ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ലെവലാണ്. അത് രണ്ടും ഞാൻ നോക്കിയിട്ട് പറയാം ടാർഗറ്റ് ഏതാ വെക്കുന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം. ഇതിൽ ട്രേഡ് പോയി നോക്കുകയാണെങ്കിൽ 2,300 റുപ്പീസാണ് നമുക്ക് ആ ഒരു ട്രേഡിൽ ലോസ് വന്നത്. സോ ഓവറോൾ നമ്മളെ പ്രോഫിറ്റ് വന്നത് 15,000 റുപ്പീസാണ് ഇന്ന് ഇതുവരെ കിട്ടിയത്.
ഇനി ഇന്ന് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. സമയം ഓൾറെഡി 2:30 ആയിട്ടുണ്ട്. സോ അരമണിക്കൂർ കൂടെ ഉള്ളൂ. അതിനുള്ളിൽ നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി എൻട്രി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് നോക്കി നോക്കാം. ഇനി എടുക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് എടുക്കുള്ളൂ. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്ന് താഴേക്ക് പോകുന്നാലും തോന്നുന്നു. അതുകൊണ്ട് എൻട്രി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല എൻട്രീസ് വല്ലതും വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയസ് ടാപ്പ് ചെയ്തതിനു ശേഷം നല്ല എൻട്രീസ് വല്ലതും വരികയാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് എടുത്ത ട്രേഡിലും ഇവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. നമ്മൾ എൻട്രി ഡൗണിലേക്ക് നല്ല രീതിക്ക് ഫാളായിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആ ക്യാൻഡിലാണ് എടുത്തത്. അവിടുന്ന് മേലേക്ക് പോയി കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷമാണ് താഴേക്ക് വന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല എൻട്രീസ് ഏതെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ 3 മണിക്ക് ശേഷം ക്ലോസ് ചെയ്യാം നമുക്ക് വീഡിയോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ട്രേഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞ 2 ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടാർഗറ്റും ഒരു SL-ഉം. അപ്പോൾ വേറെ ട്രേഡ്സ് ഒന്നുമില്ല. നമ്മൾ സെക്കൻഡ് എടുത്ത ട്രേഡിന് ശേഷം മാർക്കറ്റ് കംപ്ലീറ്റ് താഴേക്ക് നല്ലൊരു ഫാളാണ് വന്നത്. ഡേ ഹൈ ടാപ്പ് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞതിന് ഡേ ഹൈ ടാപ്പ് ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ 24,000 എന്ന് പറഞ്ഞ ലെവലിൽ ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ 24,000 ഇന്ന് എടുത്തില്ല. ചിലപ്പോൾ നാളെ എടുക്കുകയായിരിക്കും. നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ ഗ്യാപ്പബിലൊക്കെ വന്നിട്ട് 24,000 എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോൻ്റെ ലാസ്റ്റ് പറയേണ്ടതെന്ന് പറഞ്ഞത് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. സോ അത് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഞാൻ നോർമലി പറയാറുണ്ട് ടാർഗറ്റ് നമ്മളൊരു ലെവലിൽ ഫിക്സ് ചെയ്ത് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റരുത്, അവിടെ എത്തുമ്പം ഫിക്സഡ് ആയിട്ട് ഇറങ്ങണം എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ട്രേഡ് ഈ ഒരു ക്യാൻഡിലാണ് 12:39 ഫസ്റ്റ് ട്രേഡ്. സോ അതിലിപ്പോൾ 2 ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാതെ എവിടുന്നെങ്കിലും ഇറങ്ങാന്നുള്ള രീതിയിൽ ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നോക്കിയിട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരോട് ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്ത ടാർഗറ്റ് വെക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് നേരെ തിരിച്ചിട്ട് 2 ടാർഗറ്റൊക്കെ വെച്ചിട്ട് എവിടെന്നെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത്. സോ അതെന്തുകൊണ്ടാണെന്നുള്ളത് ചിലർ ചോദിക്കലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ പറയുന്നത് നോർമലി നമ്മളിപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഇവിടെ ഒരു ടാർഗറ്റ് വെച്ച് വിചാരിക്കാം. 2 ടാർഗറ്റ് ഉണ്ട് ഈ ഒരു ഏരിയയിലും. പക്ഷേ നമ്മൾ മാർക്കറ്റ് ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങാതെ ഈ ഒരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു മേലേക്ക് പോവാതെ ഫസ്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ വന്ന് SL അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇമോഷണലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് അടുത്ത ട്രേഡിനൊക്കെ അത് ബാധിക്കും. നമ്മൾ ഓവർ ട്രേഡിങ്ങും ആവശ്യമില്ലാത്ത ട്രേഡ്സൊക്കെ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് മേലേക്ക് കയറി വന്നിട്ട് നല്ല പ്രോഫിറ്റ് കാണിക്കും. ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല പ്രോഫിറ്റിലാണ്. ഒരു 10,000 11,000 ഒക്കെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. സോ അത്രയും പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ഈ ഒരു ചെറിയൊരു ടാർഗറ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ വെയിറ്റ് ചെയ്തിട്ട് അതടിക്കാതെ അങ്ങോട്ട് വന്നിട്ട് വലിയൊരു SL-ലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇമോഷണലി നമുക്ക് താങ്ങാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ടാർഗറ്റ് ഇവിടെയൊക്കെ വെക്കരുത്. ഏതെങ്കിലും ഒരു ഏരിയ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഇറങ്ങണം എന്നുള്ളത്. പക്ഷെ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ടാർഗറ്റ് മേലേക്ക് സ്വിച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. മാർക്കറ്റിൻ്റെ ഇവിടുത്തെ മൊമെൻറ്റം നോക്കിയിട്ട് ഞാൻ ടാർഗറ്റ് സ്വിച്ച് ചെയ്തു. അങ്ങനെ സ്വിച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്ന് SL അടിച്ചാലും എൻ്റെ ഇമോഷൻസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് ടാർഗറ്റ് മാറ്റുമ്പോൾ എനിക്കറിയാം രണ്ടും സംഭവിക്കാം. മാർക്കറ്റിൽ ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് SL അടിക്കുക, ഇവിടുന്ന് മേലേക്ക് പോയിട്ട് ടാർഗറ്റ് അടിക്കാം. അപ്പോൾ അതിൽ 2 സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും അത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ ടാർഗറ്റ് മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ടാർഗറ്റ് മാറ്റി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് 2 സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മേലേക്ക് വന്ന് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതല്ല താഴേക്ക് വന്ന് സ്റ്റോപ്പ്ലെസ് വരികയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി സ്റ്റാർട്ടിങ്ങിൽ ആർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് അങ്ങനെ തീരെ ഇല്ല ഇനി. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റ് ഈ നിഫ്റ്റിയിലല്ലേ ടാർഗറ്റ് സെറ്റ് ചെയ്യാറുള്ളത്. ഞാൻ ഓർഡർ എടുക്കുന്ന സമയത്ത് ബ്രാക്കറ്റ് ഓർഡർ ഇട്ടിട്ടാണ് ഇനി എടുക്കൽ. 30 പോയിൻറ്റ്സ് ടാർഗറ്റ് സെറ്റ് വെച്ചിട്ട് എടുക്കൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ആ ഒരു ലെവലിൽ നിന്നാണ് അത് മാറിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഞാൻ ബ്രാക്കറ്റ് ഓർഡർ മാറ്റി കവർ ഓർഡർ ആക്കിയിട്ട് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഒരു ഏരിയ ഫിക്സ് ചെയ്ത് വെക്കും. അവിടെ എത്തുമ്പം കണ്ണും പൂട്ടി ഇറങ്ങുക എന്നുള്ള രീതിയിൽ പ്ലാൻ മാറ്റി. അങ്ങനെ പ്ലാൻ മാറ്റിയതിന് ശേഷം കുറേ കാലം ട്രേഡ് ചെയ്ത് അതിൽ കുറച്ച് പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയതിനു ശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറിയത്. സോ ഒറ്റയടിക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. കാരണം 2 ടാർഗറ്റ് വെച്ചു,
ഇവിടുന്ന് എൻട്രി വന്നു, നമ്മളിങ്ങനെ പ്രോഫിറ്റ് കണ്ട് ഇവിടെ വരെ പ്രോഫിറ്റ് എത്തി, ഹ്യൂജ് പ്രോഫിറ്റായി. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് അങ്ങനെ മാർക്കറ്റ് കുത്തനെ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ SL തൊട്ടടുത്ത് വരെ പോയിട്ടുണ്ട്. സോ അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്ന് SL അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഭയങ്കര പ്രശ്നമാവും. എനിക്കങ്ങനെ ആദ്യം പ്രശ്നം ഉണ്ടാവില്ലേനി, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഓർഡറൊക്കെ വെച്ചിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഇമോഷൻസ് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ട്രേഡിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ കുറേ ചെയ്യുന്ന സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ മെല്ലെ സോൾവ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ടാർഗറ്റ് അടിച്ച് നല്ലൊരു ടാർഗറ്റിൽ നിൽക്കുന്ന സമയത്ത് ടാർഗറ്റ് അടിച്ച് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ട്രേഡ് എടുത്തിട്ട് അത് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ തകരാറ് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഇമോഷണലി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. പക്ഷേ SL ആണെങ്കിൽ കുഴപ്പമില്ല. SL ഒരു SL അടിച്ച് 2 SL അടിച്ച് 3 SL അടിച്ച് അങ്ങനെ അടിച്ചാലും എനിക്ക് പ്രോപ്പറായിട്ട് നോക്കി മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അടുത്ത നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചിട്ട് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ അടുത്തൊരു നല്ലൊരു ട്രേഡ് എടുത്തിട്ട് അത് SL അടിച്ച് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരും. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പല വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഞാനൊരു എൻട്രി എടുക്കുന്നത് കുറവായിരിക്കും. ഇന്നിപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിന് ശേഷം വേറെ ട്രേഡ്സ് ഒന്നും എടുത്തില്ല. അത് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് മാത്രം എടുത്തതാണ്. നോർമലി അത് ഈ രീതിയിൽ ഞാൻ എൻട്രി എടുക്കുന്നത് വളരെ കുറവാണ്, ഒരു ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നീട് ഒരു എൻട്രി എടുക്കുന്നത്. സോ നമുക്ക് ഓരോ അഡ്വാൻറ്റേജും ഉണ്ടോ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അപ്പോൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലവർക്ക് SL അടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല, പ്രോപ്പറായിട്ട് എടുത്ത് നോക്കിയെടുക്കാനും. ചിലവർക്ക് ടാർഗറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും പ്രശ്നം, ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ ഇതാവും, ടാർഗറ്റ് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഓരോന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ലെവലിലെത്തിയത്. ഇപ്പോഴും ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിനും ഓരോരോ വഴികളുണ്ട് മാർക്കറ്റിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാർഗറ്റ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യും, ഇമോഷൻ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.